ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൈപ്പുണ്യം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പൊറോട്ട, ചപ്പാത്തി, റൊട്ടി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സൈഡ് ഡിഷാണ്. ഇതിനകത്ത് ചിക്കൻ, മട്ടൻ, ബീഫ്, മുട്ട ഏതും ഇട്ടിട്ടില്ല. ഇല്ലെങ്കിൽ കൂടെ തന്നെ ഇത് അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതിനെ നമുക്ക് എം ഡി സാൽന എന്ന് പറയാം. അതായത് ഇതിനകത്ത് ഏത് ഏതും ഞാൻ ചേർത്തിട്ടില്ല. അതായത് ചിക്കൻ, മട്ടൻ ഏതും ഇടാതെ തന്നെ ചെയ്ത ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 പേർക്കുള്ള കറിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതേ അളവിൽ ചെയ്താൽ 4 പേർക്ക് ധാരാളമായിട്ട് കഴിക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്. അത് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മണമെല്ലാം മാറുന്നതിന് വേണ്ടി എണ്ണയിലിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് എല്ലാം വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഇട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. ഒരു മീഡിയം സൈസ് തക്കാളി കൂടെ ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇനി ഇത് രണ്ടും നല്ല എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരണം. ഇത് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കി കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി ഇത് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്കിതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. 1 സ്പൂൺ പെരുംജീരകവും 1 സ്പൂൺ കസകസായും കുറച്ച് കാഷ്നട്ടുമാണ്. പിന്നെ ഇതിലേക്ക് 1 ഗ്രാമ്പു, 1 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ വേണ്ടത് 1 മൂടി തേങ്ങയാണ്. ഇതെല്ലാം കൂടെ നല്ല ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ ഉള്ളിയെല്ലാം വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിത് നല്ല ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നല്ല അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഇപ്പോഴൊഴിക്കരുത്, ലാസ്റ്റ് വേണം ഈ തേങ്ങ അരച്ച മിശ്രിതം ഇതിനകത്തോട്ട് ഒഴിക്കാൻ.
നമുക്ക് ഒരു മുട്ട കൂടി അവിച്ച് പുഴുങ്ങിയിടാം. ഞാൻ ഒന്നുമേ ഇട്ടിട്ടില്ല, എന്നിട്ട് തന്നെ ഇത് അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ഈ സാൽനായ്ക്ക്. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. ഇപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.